Hello students, welcome back to my channel NCERT Malayalam. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT ക്ലാസ് 6ലെ ചാപ്റ്റർ 4 ഇംഗ്ലീഷ് ആൻഡ് അമേരിക്കൻ ഇന്ത്യൻ വുമൺ ഇൻ സ്പേസ് കൽപ്പന ചൗള എന്ന ചാപ്റ്ററാണ്. We have already discussed many chapters. Check the playlist to watch the videos, okay? So, before you read, in 1997, an Indian American, Kalpana Chawla, was part of the international crew aboard the US Space Shuttle Columbia, becoming the first woman born in India to go into space. Sadly, the second mission in Columbia ended in tragedy. അപ്പോൾ 1997 ഇന്ത്യൻ അമേരിക്കൻ വുമൻ ആയിട്ടുള്ള കൽപ്പന ചൗള ഒരു ഇൻ്റർനാഷണൽ ക്രൂ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ഒരു കീഴിൽ ഒരു US സ്പേസ് ഷട്ടിൽ കൊളംബിയ എന്നാണ് അതിൻ്റെ പേര്, US സ്പേസ് ഷട്ടിൽ കൊളംബിയ, അവരായിരുന്നു ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് സ്പേസിലേക്ക് പോയ ഫസ്റ്റ് വുമൻ. സാഡ്ലി അവരുടെ സെക്കൻഡ് മിഷൻ ഇൻ കൊളംബിയ അവസാനം ട്രാജഡിയിലാണ് എൻഡപ്പ് ചെയ്തത്. അവർ മരിക്കുകയാണ് അവസാനം ഉണ്ടായത്. ട്രാജഡി മീൻസ് ഒരു ആക്സിഡൻറ്റ്. ഓക്കെ, സോ ആൻ അമേരിക്കൻ ഇന്ത്യൻ വുമൻ ഇൻ സ്പേസ് കൽപ്പന ചൗള. ദിസ് ഈസ് എ ന്യൂസ് റിപ്പോർട്ട്. Tragedy in space, US Space Shuttle Columbia breaks into flames. So US Space Shuttle ആയിട്ടുള്ള കൊളംബിയ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ തീനാളമായി മാറിയിരിക്കുന്നു. In an unprecedented space tragedy, US Space Shuttle Columbia carrying India-born American astronaut Kalpana Chawla and 6 others. അപ്പോൾ ഒരു അൺപ്രസിഡൻ്റൽ ഇവൻ്റ് ആയിരുന്നു, അതായത് അത്ഭുതപൂർവമായിട്ടുള്ളൊരു ട്രാജഡി അല്ലേ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ട്രാജഡി ആയിരുന്നു. ഒരു US സ്പേസ് ഷട്ടിൽ കൊളംബിയ എന്നാണ് പേര്. ഇന്ത്യൻ അമേരിക്കൻ ആയിട്ടുള്ള കൽപ്പന ചൗളയും അതുപോലെ തന്നെ ബാക്കി 6 പേരും ഉണ്ടായിരുന്നു. അവർ സഞ്ചരിച്ച പറയുന്ന കൊളംബിയ എന്ന് പറയുന്ന സ്പേസ് ഷട്ടിൽ ബ്രോക്ക് അപ്പാർട്ട് ഇൻ ഫ്ലെയിംസ് ആസ് ഇറ്റ് സ്ട്രീക്ഡ് ഓവർ ടെക്സാസ് ടുവേർഡ്സ് ഇറ്റ്സ് ലാൻഡിംഗ് സ്ട്രിപ്പ് ഓൺ സാറ്റർഡേ 1 February 2003, കില്ലിങ് ഓൾ 7 ഓൺ ബോർഡ്. അപ്പോൾ അവർ യാത്ര ചെയ്തിരുന്ന ആ കൊളംബിയ ഇങ്ങനെ സ്ട്രീക്ക് ചെയ്യാൻ തുടങ്ങി അല്ലേ, ടെക്സാസിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ സ്ട്രീക്ക് ചെയ്യാൻ തുടങ്ങി. മീൻസ് അതിങ്ങനെ മൂവ്ഡ് ഫാസ്റ്റർ, സ്ട്രീക്ഡ് മീൻസ് മൂവ്ഡ് ഫാസ്റ്റർ. അവസാനം അവർക്ക് എൻഡ് ചെയ്യേണ്ടിയിരുന്നത് സാറ്റർഡേ 1 February 2003 പക്ഷേ എല്ലാവരും എന്ത് ചെയ്താൽ മരിക്കുകയാണ് ഉണ്ടായത്. The shuttle lost contact with NASA at about 9 a.m. That is 19:30 hours Indian Standard Time as it came in for landing. അപ്പോൾ നാസയ്ക്ക് അവരുടെ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. അതായത് നാസയുടെ ടൈം ഏകദേശം 9 AM ആയിരുന്നു, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഏകദേശം 7:30 ആയിരുന്നു. It was flying at an altitude of over 2 lakh feet and traveling at over 20 km/h when ground control lost contact with the shuttle. അപ്പോൾ അത് ഏകദേശം ഒരു ആൾട്ടിറ്റ്യൂഡിന് അവിടെ ഫ്ലൈ ചെയ്യായിരുന്നു, ഏകദേശം ഒരു 2 lakh ഫീറ്റിൽ. അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 20,000 km/h ആയിരുന്നു. പിന്നെ അവർക്ക് ഗ്രൗണ്ടുമായിട്ടുള്ള കണക്ഷൻ പോയി. Columbia had lifted off on 16 January 2003 from the Kennedy Space Center, Florida. It had stayed in orbit for 16 days and 7-member crew conducted 80 experiments before it began its downward journey, so which ended in tragedy. അപ്പോൾ അവർ ഈ ലിഫ്റ്റ് ഓഫ് ചെയ്തത് 16 January 2003 കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് ഫ്ലോറിഡയിലുള്ള. അപ്പോൾ അത് ഏകദേശം 16 ദിവസം അത് ഇങ്ങനെ ഓർബിറ്റിൽ ഇങ്ങനെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ക്രൂ ഏകദേശം 80 എക്സ്പെരിമെൻറ്റ്സ് ആണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ താഴേക്ക് ഡൗൺവേർഡ് ജേർണിയുടെ മുന്നേ. അവസാനം അതൊരു ട്രാജഡിയിൽ, ഒരു ആക്സിഡൻറ്റിലാണ് എൻഡപ്പ് ചെയ്തത്. ദിസ് വാസ് കൊളംബിയാസ് 28th സ്പേസ് ഫ്ലൈറ്റ് ആൻഡ് ദ ഷട്ടിൽ വാസ് സെറ്റ് ടു ബി ഗുഡ് ഫോർ 100 ഫ്ലൈറ്റ്സ്. അപ്പോൾ ഇത് കൊളംബിയയുടെ 28ാമത് സ്പേസ് ഫ്ലൈറ്റ് ആയിരുന്നു. അവസാനം ഈ ഷട്ടിൽ 100 അവർ മുന്നേ ഈ പറയുന്ന ഷട്ടിലിൽ 100 ഫ്ലൈറ്റ് പോയിട്ടുണ്ടായിട്ട് പോലും അത് ആ ഒരു ട്രാജഡിയിലാണ് അവസാനിച്ചതെന്നാണ് ലാസ്റ്റ് സെൻറ്റൻസിൻ്റെ മീനിങ്. ഓക്കെ, so Kalpana Chawla said that she never dreamed as a child in Colonel that she would cross the frontiers of space. It was
enough that her parents allowed her to attend engineering college after she graduated from Tagore School. അപ്പോൾ കൽപ്പന ചൗള ഒരിക്കലും സ്വപ്നം കണ്ടിരുന്നില്ല. അവർ ജനിച്ചത് കേർണൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ കേർണലിലുള്ള ഒരാളും എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ വലിയ ആളായിട്ട് പൊസിഷനിലൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ അവർ ഈ പറയുന്ന സ്പേസിൻ്റെ ഫ്രോണ്ടിയേഴ്സ്, അതായത് സ്പേസിൻ്റെ ബാരിയേഴ്സൊന്നും അല്ലെങ്കിൽ ബോർഡേഴ്സൊന്നും കടക്കുന്ന അവർ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ പാരൻസ് എന്ത് ചെയ്തു, അവരെ ടാഗോർ സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റഡ് ആയതിനു ശേഷം എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അയച്ചു. ആഫ്റ്റർ എ ബാച്ചിലേഴ്സ് ഓഫ് സയൻസ് ഡിഗ്രി ഇൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് against great opposition from her father, she went for a master's degree into United States of America. അപ്പോൾ സയൻസിലൊരു ഡിഗ്രി എടുത്തതിന് ശേഷം, അതായത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി എടുത്തതിന് ശേഷം അവരെന്ത് ചെയ്തു, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി എടുത്തതിന് ശേഷം അവരുടെ ഫാദറിന് എതിർപ്പ് ഉണ്ടായിട്ട് പോലും മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് വേണ്ടിയിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പോയി. ഷീ ലേറ്റർ ഏൺഡ് ഹർ PhD ഇൻ എയറോസ്പേസ് എഞ്ചിനീയറിംഗ്. കൽപ്പന ചൗള വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ അമേരിക്കൻ വുമൺ ആസ്ട്രോനോട്ട് ടു ബ്ലാസ്റ്റ് ഓഫ് ഫ്രം ദി ലോഞ്ച് പാഡ് അറ്റ് കേപ്പ് Canaveral, Florida and participate in a successful mission in space. സോ അവർക്ക് പിന്നെ അവർ PhD ചെയ്തു എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ. അപ്പോൾ കൽപ്പന ചൗള ആയിരുന്നു ഫസ്റ്റ് അമേരിക്കൻ ഇന്ത്യൻ വുമൺ ആസ്ട്രോനോട്ട് ടു ബ്ലാസ്റ്റ് ഓഫ് അല്ലെങ്കിൽ ടു ടേക്ക് ഓഫ് ഫ്രം ദി ലോഞ്ച് പാഡ് എന്ന് പറയുമ്പം എവിടെ നിന്നാണോ ഒരു സ്പേസ് ക്രാഫ്റ്റ് ഇങ്ങനെ ലോഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ ലോഞ്ച് പാഡ് എന്ന് പറയുന്നത്, അറ്റ് കേപ്പ് കനാവറൽ ഫ്ലോറിഡയിലുള്ള. ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ എ സക്സസ്ഫുൾ മിഷൻ ഇൻ സ്പേസ്. അങ്ങനെ സ്പേസ് മിഷനിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഹർ ഫാമിലി ഫ്രം ഇന്ത്യ ചിയർഡ് അലോങ് വിത്ത് സ്റ്റാഫ് അറ്റ് ദ കെന്നഡി സ്പേസ് സെൻറ്റർ ആസ് ദേ വാച്ച് ദ കൊളംബിയ ലിഫ്റ്റ് ഓഫ്. അപ്പോൾ അവരുടെ ഇന്ത്യയിൽ ഉള്ള ഫാമിലിയും അതുപോലെ തന്നെ കെന്നഡി സ്പേസ് സെൻറ്ററിലുള്ള സ്റ്റാഫൊക്കെ വളരെ ചിയറപ്പ് ചെയ്തു, വളരെ സന്തോഷവാന്മാരായിരുന്നു. അവർ കൊളംബിയ ഇങ്ങനെ ലിഫ്റ്റ് ഓഫ് ചെയ്യുന്നത് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. കൽപ്പന വാസ് ബോൺ ഇൻ കർണാൽ, ഹരിയാന, but was a naturalized US citizen, married to flight instructor Jane Perry Harrison. അല്ലേ, കൽപ്പന ചൗള കേർണലിലാണ് ജനിച്ചത്. കേർണൽ എന്ന് പറയുന്നത് ഹരിയാനയിൽ ഒരു സ്ഥലമാണ്. അവർ പിന്നെന്താ US സിറ്റിസനായിട്ട് മാറി. ഒരു ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ ആയിട്ടുള്ള ജെയിൻ പീരി ഹാരിസനെ കല്യാണം കഴിച്ചു. ബിസൈഡ്സ് ബീങ് ആൻ ആസ്ട്രോനോട്ട്, ഷി വാസ് ലൈസൻസ്ഡ് ടു ഫ്ലൈ സിംഗിൾ ആൻഡ് മൾട്ടി എൻജിൻ ലാറ്റ് എയ്റോപ്ലെയിൻസ്, സിംഗിൾ എൻജിൻ സീപ്ലെയിൻസ് ആൻഡ് ഗ്ലൈഡേഴ്സ്. അപ്പാർട്ട് ഫ്രം എ ആസ്ട്രോനോട്ട് അല്ലാതെ തന്നെ അവർക്ക് എന്തായിരുന്നു, സിംഗിൾ ആൻഡ് മൾട്ടി എൻജിൻ ഫ്ലൈറ്റ്സൊക്കെ എയ്റോപ്ലെയിൻസൊക്കെ ഇങ്ങനെ ഫ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ സിംഗിൾ എൻജിൻ സീപ്ലെയിൻസ് സമുദ്ര വിമാനം ഇങ്ങനെ ഫ്ലൈ ചെയ്യാനും ഗ്ലൈഡേഴ്സ് എന്ന് പറയുന്നത് എൻജിനില്ലാത്ത എയ്റോപ്ലെയിൻസിനെയാണ് അല്ലെങ്കിൽ എൻജിനില്ലാത്ത പ്ലെയിൻസിനെയാണ് നമുക്ക് ഗ്ലൈഡേഴ്സ് എന്ന് പറയുന്നത്. അതൊക്കെ ഫ്ലൈ ചെയ്യാനുള്ളൊക്കെ ലൈസൻസ് അവർക്കുണ്ടായിരുന്നു. ഷീ വാസ് ഓൾസോ എ സർട്ടിഫൈഡ് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ. അവരൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ ആയിരുന്നു. ആഫ്റ്റർ ക്വാളിഫൈങ് ആസ് എ പൈലറ്റ്, കൽപ്പന ബിഗാൻ ടു കൺസിഡർ അനദർ ചാലഞ്ച്, applying to NASA's Space Shuttle program. She was first hired as a research scientist at NASA. In 1994, she was selected by NASA for training as an astronaut. അപ്പോൾ ഇതിന് ശേഷം അവർ വേറൊരു ചലഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ നാസയിലേക്കുള്ള സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമിന് അവർ അപ്ലൈ ചെയ്തു. ആദ്യം അവരെ നാസയിലെ ഒരു റിസർച്ച് സയൻറ്റിസ്റ്റ് ആയിട്ടാണ് ഹയർ ചെയ്തത് അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്തത്. പിന്നെ 1994 അവർക്ക് നാസയിൽ ട്രെയിനിങ്ങിൽ ശേഷം അവരെന്തായി, ഒരു ആസ്ട്രോനോട്ടായിട്ട് സെലക്ട് ചെയ്തു. സോ ദിസ് വാസ് കൽപ്പന ചൗളയുടെ പിക്ചറാണ് ഈ കാണുന്നത്. സോ when asked what it was like being a woman in her field, she replied, അല്ലേ, അതായത് അവരോട് ചോദിച്ചു എന്താണ് അവരെ പോലത്തെ ഒരു വുമൺ ഈ ഒരു ഫീൽഡിൽ എന്നുള്ളതിന് റിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്. I really never ever thought while pursuing my studies or doing anything else that I was a woman, a person from a small city or a different country. I pretty much had my dreams like anyone else and I followed them. And people who were around me fortunately always encouraged me and said, if that's what you wanted to do, carry on. സോ ഫസ്റ്റ് ഓഫ് ഓൾ അവർ പറയുന്നത് അവരൊരിക്കലും വിചാരിച്ചില്ല അവർ ഈ പറയുന്ന സ്റ്റഡീസ് പെർസ്യൂ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ സ്റ്റഡീസ് പഠിക്കുന്ന സമയത്ത്
അല്ലെങ്കിൽ ഒരു വുമൺ, അതായത് ഒരു വുമൺ ഒരു സ്മോൾ ടൗണിൽ ജനിച്ചൊരു വുമൺ അല്ലെങ്കിൽ സ്മോൾ സിറ്റിയിൽ ജനിച്ചൊരു വുമൺ ഒരു ഡിഫറെൻറ്റ് കൺട്രി, ദാറ്റ് ഈസ് ഇന്ത്യ വാസ് എ ഡിഫറെൻറ്റ് കൺട്രി അല്ലേ. അങ്ങനെ അവിടെ ജനിച്ചൊരു വുമൺ, അവർക്ക് സാധാരണ പോലെ എല്ലാവരെയും പോലെ ഡ്രീംസ് ഉണ്ടായിരുന്നു, ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു, അതിനെ ഫോളോ ചെയ്തു. ഒരുപാട് പേര് അവർക്ക് ചുറ്റും ഉണ്ടായിരുന്നു. ബട്ട് ഭാഗ്യവശാൽ എല്ലാവരും അവളെ എൻകറേജ് ചെയ്തു, അല്ലെങ്കിൽ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്തു, പ്രോത്സാഹിപ്പിച്ചു. ആൻഡ് അത് അവരിങ്ങനെയാണ് പറഞ്ഞത്, ഇഫ് ദാറ്റ്സ് വാട്ട് യു വാണ്ട് ടു ഡു ക്യാരി ഓൺ. ഇതാണ് നിനക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ നീ എന്ത് ചെയ്യുക, അത് ചെയ്യാം. So Kalpana's first space mission in the Space Shuttle Columbia was 15 days, 16 hours and 34 minutes long. അപ്പോൾ ഇവരുടെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് മിഷൻ എന്ന് പറയുന്നത് 15 days, 16 hours and 34 minutes നീളമുള്ളതായിരുന്നു. During this time, she went around the Earth 252 times, traveling 10.45 million kilometers. The crew included a Japanese and a Ukrainian astronaut. സോ ഈ പറയുന്ന ഷട്ടിലിൽ അവർ ഏകദേശം എർത്തിനെ 252 ടൈംസ് ചുറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം 10.45 മില്യൺ കിലോമീറ്റേഴ്സ് ആയിരുന്നു. ആ ക്രൂവിൽ അപ്പാർട്ട് ഫ്രം കൽപ്പന ചൗള there was an Japanese as well as Ukrainian astronaut. The crew performed experiments such as pollinating plants to observe food growth in space, tests for making stronger metals and faster computer chips, all for a price tag of about $56 million. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചെയ്ത എക്സ്പെരിമെൻറ്റ്സ് ഇതൊക്കെയായിരുന്നു. ഒന്ന്, അവർ ഇങ്ങനെ അവിടെ പോയിട്ട് സ്പേസിൽ പോളിനേഷൻ നടത്തി, എന്നിട്ട് ഫുഡ് ഗ്രോത്ത് സ്പേസിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്ട്രോങ്ങർ മെറ്റൽസ് ഉണ്ടാക്കുന്നത് ടെസ്റ്റ് ചെയ്തു, ഫാസ്റ്റർ കമ്പ്യൂട്ടർ ചിപ്സ് ഉണ്ടാക്കുന്നത് ടെസ്റ്റ് ചെയ്തു. എല്ലാത്തിനും ഏകദേശം ഒരു പ്രൈസ് ടാഗ് ആയത് $56 million ആയിരുന്നു. On the Saturday night, when the news about the Columbia disaster broke, there was shock and disbelief. അല്ലേ, അതായത് ഒരു സാറ്റർഡേ നൈറ്റിൽ ഈ പറയുന്ന കൊളംബിയ എങ്ങനെ ഒരു ദുരന്തത്തിൽ പെട്ടു എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഷോക്കും അതുപോലെ തന്നെ വിശ്വസിക്കാനാവാത്തൊരവസ്ഥയായിരുന്നു. ദിസ് വാസ് എ പിക്ചർ ഓഫ് കൊളംബിയ. The town of Kernel spent a sleepless nights as thousands of households stayed glued to their television sets in the hope that Kalpana and the crew had somehow survived. അതായത് കർണലിലുള്ള ഹരിയാനയിലുള്ള ഒരു ടൗണിൽ എല്ലാവരും ഇങ്ങനെ ഉറക്കമൊഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ആയിരക്കണക്കിന് അവിടുത്തെ വീട്ടുകാരൊക്കെ ടെലിവിഷനിൽ ഇങ്ങനെ ഈ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ വിചാരിച്ചു കൽപ്പനയും അതുപോലെ തന്നെ അവരുടെ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ സർവൈവ് ചെയ്തിട്ടുണ്ട്, അവർക്കൊന്നും പ്രശ്നമില്ല എന്ന് വിചാരിച്ചു. എ ജേർണലിസ്റ്റ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഷീ വാസ് എ ഹീറോയിൻ. It takes enormous ability to become an astronaut. You need to know a lot about everything from biology to astrophysics to aeronautical engineering. അപ്പോൾ അവരൊരു ഹീറോയിൻ ആയിരുന്നു അല്ലേ, അവർ ഒരു ആസ്ട്രോനോട്ടായി തീരാൻ വേണ്ടിയിട്ട് ഒരുപാട് എബിലിറ്റി അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ബയോളജി മുതൽ ആസ്ട്രോഫിസിക്സ് വരെ, അതിനുശേഷം എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് വരെ അറിഞ്ഞിരിക്കണം. In this age of super specialization, you must have encyclopedic knowledge to be a astronaut. അപ്പോൾ ഈ പറയുന്ന ഈ സൂപ്പർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏജിൽ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ല അറിവ്, ഒരു എൻസൈക്ലോപീഡിക് നോളേജ് എന്ന് പറയുമ്പോൾ നല്ല അറിവ് ഒരു ആസ്ട്രോണോട്ടായി തീരാൻ. ഹെർ അച്ചീവ്മെൻറ്റ് ഈസ് ഇൻസ്പയറിംഗ് അല്ലേ, അവരുടെ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് അത്രത്തോളം ഇൻസ്പയറിംഗ് ആയിരുന്നു. For millions of young Indians, the story of Kalpana Chawla, a girl from a small town who touched the skies, had become an inspiration. അപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കൽപ്പന ചൗളയുടെ ഈ ഒരു സ്റ്റോറി, അതായത് ഒരു ചെറിയ പെൺകുട്ടി ഒരു ചെറിയ ടൗണിൽ നിന്ന്, കേർണൽ എന്ന് പറയുന്ന ടൗണിലുള്ള ചെറിയ പെൺകുട്ടി, അവളെന്ത് ചെയ്തു, അവർ ആകാശം ടച്ച് ചെയ്തു. അതൊരു നല്ലൊരു ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ്. In a message that she sent from aboard the Space Shuttle Columbia to students of her college in Chandigarh, Kalpana said. അപ്പോൾ അവരൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു അവരുടെ വഴി. കൊളംബിയയിൽ ഇങ്ങനെ കയറിയതിന് ശേഷം അവരുടെ ആ എക്സ്പെരിമെൻ്റ് ഇടയിലേക്കായിരുന്നു അവരുടെ ചണ്ഡീഗഡിലെ സ്റ്റുഡൻസിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ദ പാത്ത് ഫ്രം ഡ്രീംസ് ടു സക്സസ് ഡസ് എക്സിസ്റ്റ് അല്ലേ, അതായത് ഡ്രീംസിൽ നിന്ന്, സ്വപ്നങ്ങളിൽ നിന്ന് സക്സസ്സിലേക്കുള്ള വഴികളൊക്കെ ഉണ്ട്. ഇറ്റ് ഡസ് എക്സിസ്റ്റ് അല്ലേ, അതുണ്ട്.
May you have the vision to find it and the courage to get it into it. അല്ലെ, നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കാഴ്ചയാണ് എന്ത്, അത് കണ്ടുപിടിക്കാനും അതിലേക്ക് എത്തിത്തീരാനുള്ള ധൈര്യവും, ദാറ്റ് ഈസ് കറേജുമാണ് നിങ്ങൾക്ക് വേണ്ടത്. വിഷിങ് യു എ ഗ്രേറ്റ് ജേർണി, എല്ലാവർക്കും നല്ലൊരു ജേർണി ആശംസിച്ചുകൊണ്ട്. ദർ വിൽ ഷുവർലി ബി മെനി ഹു സ്റ്റാർട്ട് ഓഫ് ഓൺ ദിസ് ജേർണി ടു ഫുൾഫിൽ ദെയർ ഡ്രീംസ്. എനിക്ക് ഉറപ്പുണ്ട് ഒരുപാട് പേര് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് അവരുടെ ആയിട്ടുള്ള ഡ്രീംസ് എന്ത് ചെയ്യും, അവർ ഫുൾഫിൽ ചെയ്യും, അവരെന്ത് ചെയ്യും, അതിങ്ങനെ നിറവേറ്റും. So this was a line. The path from dreams to success does exist. May you have the vision to find it, the courage to get into it. Wishing you a great journey. There will surely be many who starts off on this journey to fulfill their dreams. So this is adapted from Span. That is January or February 1998. So that was a weekly. So that's all about it. Hopefully you enjoyed the class. If you have any doubt, please do comment it in the comment box. If you are new to this channel, please don't forget to like, share and subscribe. Thank you so much.